അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് അക്ബർ. ഞങ്ങൾ അന്തരുക്കെന്ന് വിളിക്കും. കലയെന്ന് പറഞ്ഞ ഇക്കക്ക് പ്രാന്ത, നല്ല അസല് പ്രാന്ത്. പ്രത്യേകിച്ച് കവിതകൾ. 30 കൊല്ലത്തോളം ഇക്ക കലയിലൂടെ സഞ്ചരിച്ചു. എങ്കിലും ഇക്കാക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. നമ്മുടെ കൊച്ചിയിൽ കലൂർ എളമക്കർ റോഡിൽ പാവക്കള അമ്പലത്തിനടുത്ത് ഇക്കാക്കൊരു ചായക്കടയുണ്ട്. ഇക്കയുടെ ചായക്കട കയറിയ നഷ്ടപ്പെട്ടു പോയ ബോധത്തിൻ്റെയും സത്യത്തിൻ്റെയും നേർക്കാഴ്ച ചുമരിക്കാണ്. ഇതെന്തിനാണെന്നറിയോ? നേരിട്ട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇത് കണ്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് ഓർത്ത്. ഇക്കായെക്കുറിച്ച് ഇനി ഞാനൊന്നും പറയണ്ട, നിങ്ങൾ കാണാം. ഇവിടെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അന്തർഖാനെ. ഞങ്ങൾ കോളേജ് വിട്ട് കഴിഞ്ഞാൽ അന്തർഖാൻ്റെ കട, പിന്നെ വീട്. ഈ ചെവലിലേക്ക് നമ്മൾ വായിക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. ഇക്ക കഥ പറയും, കവിത ചൊല്ലും. ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ പെരുമാറുന്നു. ഇതായിക്കോ ആള് വരുന്നു. ഞാൻ അക്ബർ. കലൂർ എളമക്കർ റോഡിൽ പാവക്കുളം അമ്പലത്തിൻ്റെ അടുത്ത് ചെറിയൊരു ടീ ഷാപ്പ് നടത്തി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇന്നെല്ലാവരും എന്നെ അന്തർക്കാന്നാണ് വിളിക്കുന്നത്. എല്ലാവരും പറയും ഈ അന്തർക്കാന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ കടയുടെ പേര് അന്തർക്കാൻ്റെ കട എന്നാണ്. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു ടീ ഷാപ്പ് നടത്തി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുത്ത് എൻ്റെ കടയിൽ ഇപ്പോൾ 2 രൂപയ്ക്ക് ഒരു പരിപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അതൊരു ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ചെറിയ ഷോട്ടുകൾ, ചെറിയൊരു തിങ്സുകൾ, ഇഷ്ടപ്പെട്ട ടൈപ്പ് ആൾക്കാർക്ക് മറന്നുപോയ കുറേ സംഭവങ്ങൾ, ഓർമ്മയിൽ നഷ്ടപ്പെടാതെ വിട്ടുപോയ കുറേ സംഭവങ്ങൾ ഞാൻ എഴുതി വെച്ച്. പല പല സംഭവങ്ങൾക്കും അത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ കടയിലോട്ട് വന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. സ്നേഹിക്കണം എങ്ങനെയാണ്, സ്നേഹം കൊടുക്കണം എങ്ങനെയാണ്, നഷ്ടപ്പെട്ടു പോയ എന്താണ്, ജീവിതം എന്താണ്, കുട്ടികൾ എന്താണ്, കുടുംബം എന്താണ്. ഞാൻ സ്നേഹം മാത്രം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ചെറുതായിട്ട് കഥകൾ എഴുതാറുണ്ട്, കവിതകൾ എഴുതാറുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജീവിതത്തിൻ്റെ ഒരു കവിതയെന്നോ ജീവിതമെന്നോ, കാരണം ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ന് ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം ആരും എന്തൊക്കെ സംഭവിക്കും. മനുഷ്യൻ പണത്തിന് വേണ്ടി നെട്ടോട്ട് കൊടുക്കും. ആ നെട്ടോട്ടിൻ്റെ ഇടയിൽ ആളുകളോട് സ്നേഹമായിട്ട് ചിരിച്ചുകൊണ്ട് നഷ്ടപ്പെടാതെ നല്ലൊരു ജീവിതം നിങ്ങൾക്കും കൊടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ ജനം ഒരു മാതിരി, ഇന്നൊക്കെ ജനം പല മാതിരി. പൂവിൻ്റെ കഥ ഒരു മാതിരി, വിണ്ണിൻ്റെ കഥ പല മാതിരി. മണ്ണിൻ്റെ കഥ ചിരി മാതിരി, പെണ്ണിൻ്റെ കഥ വിരിമാതിരി. രാജാവിൻ്റെ കഥ കരമാതിരി, പറവകൾ കഥ വഴിമാതിരി. അമ്മതൻ സ്നേഹം മഴ